നമസ്കാരം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. NSSനെ അണിനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടരും. ദേശീയ നേതാക്കൾ ജി സുകുമാരൻ നായരെ കാണും. NSSനെ ഒപ്പം നിർത്തി നീങ്ങാൻ സംസ്ഥാന നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം. സംസ്ഥാനത്ത് GSTയുടെ പേരിൽ വൻ തട്ടിപ്പെന്ന VD സതീശൻ. 2024-25 സാമ്പത്തിക വർഷത്തിൽ വ്യാജ പേരിൽ നടത്തിയത് 1100 കോടിയുടെ ഇടപാട്. സംസ്ഥാനത്തിന് നഷ്ടം 200 കോടി. 2024-25 സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത്. സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് പങ്കെന്നും പ്രതിപക്ഷ നേതാവ്. ഇടുക്കിയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി മന്ത്രി റോഷി അഗസ്റ്റിൻ. മരിച്ചത് തമിഴ്നാട് സ്വദേശികൾ. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. പാചകവാതക സിലിണ്ടറിനുള്ള വില കൂടി. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് കൂടിയത് 15 രൂപ 50 പൈസ. കൊച്ചിയിൽ സിലിണ്ടറിന്റെ വില 1602 രൂപ 50 പൈസയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ നടപടി കടുപ്പിച്ച് പോലീസ്. അറസ്റ്റിലായ TVK നേതാക്കളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ഉടൻ കൈമാറും. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ വായ്പാ നിരക്ക് പ്രഖ്യാപിച്ച് RBI. നിരക്ക് 5.5% തുടരും. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത തീരുമാനം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 440 രൂപ വർദ്ധിച്ച് 87,440 രൂപയായി. ഇന്ന് വില വർദ്ധിച്ചത് 2 തവണ. അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിൽ. സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസാക്കാതെ വന്നതോടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടു. അവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിക്കും. ബാധിക്കുക 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ.